പാകിസ്ഥാന്റെ നെഞ്ചു തകർത്ത് സംഹാര താണ്ഡവമാടിക്കഴിഞ്ഞു ഇന്ത്യ. സൂര്യോദയത്തിനു മുമ്പ് പാക് മണ്ണിലും പാക് അധീന കശ്മീരിലും കൃത്യം 25 മിനിറ്റ് മാത്രമെടുത്ത് ഇന്ത്യ കനത്ത നാശം വിതച്ചു. ഒന്നും ചെയ്യാനാകാതെ പകച്ചുനിന്ന പാക് സൈന്യവും ഭീകരവാദികളും ഇന്ത്യൻ സൈനിക കരുത്തിനു മുന്നിൽ അടിയറവ് പറഞ്ഞു. എന്നാൽ പിന്നീടാണ് പാകിസ്ഥാന്റെ 19ാം അടവ്. കരുത്തുകൊണ്ടും ആയുധം കൊണ്ടും നേരിടാൻ കഴിയാത്തത് കള്ളപ്രചരണങ്ങളിലൂടെ നേടിയെടുക്കാൻ ശ്രമിച്ചു പാകിസ്ഥാൻ. കേട്ടാൽ വിശ്വസിക്കാത്ത കള്ളപ്രചരണങ്ങൾക്ക് കയ്യും കണക്കുമില്ല. പാക് അനുകൂല സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ വന്നു നിറയുന്നത് വിശ്വസിക്കാനാകാത്ത പൊള്ളവാദങ്ങളാണ്. ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു, ശ്രീനഗർ എയർബേസ് തകർത്തു, ഇന്ത്യയിൽ മിസൈൽ ആക്രമണം നടത്തി തുടങ്ങി കഥകൾ ഒരുപാടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം രാജ്യാതിർത്തിക്കുള്ളിൽ വെച്ചു തന്നെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് വാദം. എന്നാൽ 2024 സെപ്റ്റംബർ 2 രാജസ്ഥാനിലെ ബാർമർ ജില്ലയിൽ ഇന്ത്യയുടെ MiG-29 തകർന്നു വീണതിന്റെ ചിത്രമാണ് ആത്മാഭിമാനം ലവലേശം പോലുമില്ലാത്ത പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നത്. ഇന്ത്യയുടെ കരുത്തൻ പോർവിമാനം റഫാൽ വെടിവെച്ചിട്ടു എന്നും പാകിസ്ഥാൻ സ്ഥാപിക്കുന്നു. തീർന്നിട്ടില്ല കള്ളത്തരത്തിന്റെ കുത്തൊഴുക്ക്. ശ്രീനഗർ എയർബേസ് പാകിസ്ഥാൻ തകർത്തുവെന്നും വീഡിയോ പ്രചരിക്കുന്നുണ്ട്. പാകിസ്ഥാനെ തൂത്തെറിഞ്ഞുകൊണ്ട് ഈ ദൃശ്യങ്ങൾ തെറ്റാണ് എന്ന് ഇതിനോടകം തന്നെ PIB വ്യക്തമാക്കിയിട്ടുണ്ട്. 2024 പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖയിൽ നടന്ന സംഘർഷങ്ങളുടെ വീഡിയോ ആണിതെന്ന് ഇന്ത്യ കൃത്യമായ തെളിവ് നിരത്തി വ്യക്തമാക്കുന്നുണ്ട്. വിമാന ആക്രമണവും എയർബേസ് തകർക്കലും ഒക്കെ കഴിഞ്ഞാൽ പിന്നീടുള്ള കഥ മിസൈൽ ആക്രമണത്തിന്റേതാണ്. പാകിസ്ഥാൻ ഇന്ത്യയിൽ മിസൈൽ ആക്രമണം നടത്തി എന്ന തരത്തിലും വ്യാജ വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോഴത്തേത് എന്ന തരത്തിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നത്. എത്ര കിട്ടിയാലും പാഠം പഠിക്കില്ല, നന്നാവില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കഴിഞ്ഞു ഈ വ്യാജ പ്രചരണങ്ങൾ. പാകിസ്ഥാന്റെ കള്ളത്തരങ്ങളെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കും, തെളിവ് നിരത്തി അരിഞ്ഞു വീഴ്ത്തുക തന്നെ ചെയ്യും എന്നതും സുവ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.